തൃക്കാക്കര നഗരസഭയിൽ സിറ്റിംഗ് സീറ്റുകളിൽ CPI തനിച്ചു മത്സരിക്കുമെന്നുള്ള വിവരം വരുന്നു. നിലവിലെ 3 സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ 4 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്യാം പ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, എന്താണ് തൃക്കാക്കരയിലെ CPIയുടെ പ്രശ്നം? മുന്നണിയിൽ നിന്ന് മാറി മത്സരിക്കാൻ അതായത് തൃക്കാക്കരയിൽ LDF ആയിട്ടായിരുന്നു മത്സരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഈ തൃക്കാക്കരയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച CPIക്കുള്ളിലെ അതൃപ്തിയാണ് ഇപ്പോൾ CPI ഒറ്റക്ക് മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തത്. നിലവിൽ CPI മത്സരിച്ചിരിക്കുന്ന 2 വാർഡുകളുണ്ട്. കണ്ണങ്കേരി, അതോടൊപ്പം തന്നെ സ്നേഹനിലയം ഹെൽത്ത് സെന്റർ എന്നീ 2 വാർഡുകളിൽ CPIയുടെ സിറ്റിംഗ് കൗൺസിലർമാരാണ് ഉള്ളത്. എന്നാൽ ആ സീറ്റുകൾ CPMന് നൽകണമെന്നും പകരം മറ്റു 2 സീറ്റുകൾ നൽകാമെന്നുമായിരുന്നു CPM പറഞ്ഞത്. അതിൽ CPI തയ്യാറായില്ല. തുടർന്നാണ് ജില്ലാ സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തി, സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തി. എന്നാൽ അതിൽ പരിഹാരമായില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ CPI തങ്ങളുടെ 4 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും ലോക്കൽ സെക്രട്ടറിമാരായിട്ടുള്ള ആന്റണി പരവര, പ്രമേഷ് വി ബാബു, അതോടൊപ്പം തന്നെ ഈ വനിതാ നേതാവായിട്ടുള്ള ടിനു സൈമൺ, ഈ മറ്റൊരു വാർഡായിട്ടുള്ള KK സുമേഷ് എന്നിവരാണ് മണ്ഡലം കമ്മിറ്റി അംഗം എന്നിവരാണ് മത്സരത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. CPI പറഞ്ഞിരിക്കുന്നത് ഏകദേശം 15ഓളം വാർഡുകളിൽ തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും ഇക്കുറി തൃക്കാക്കരയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നുമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ 4 സ്ഥാനാർത്ഥികളെ CPI പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്യാം പ്രസാദ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര നഗരസഭയിൽ CPI ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങുകയാണ്. 4 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു.